എടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ? ടോപ്പിക്കോ വിച്ച് ക്രാഫ്റ്റ് ഉണ്ടോ? ദുർമന്ത്രവാദം എന്നാണോ അതോ മന്ത്രവാദമോ? വിച്ച് ക്രാഫ്റ്റ് പറഞ്ഞ വിച്ചിന്റെ ക്രാഫ്റ്റ്. വെച്ച് പറഞ്ഞ ദുർമന്ത്രവാദിനി. അതിപ്പോ പറയാനുള്ള കാര്യം എന്തായിരുന്നു? അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇപ്പോ ഇമ്പോർട്ടൻസ് ഇല്ലാതിരിക്കുന്നില്ലല്ലോ. ഇപ്പൊ നമുക്ക് നാട്ടിൽ തന്നെ ഇപ്പൊ റീസെന്റ് കേട്ടിട്ടുള്ളതല്ലേ ഉള്ളൂ. എന്ത് കേട്ടത്? സുധാകരന്റെ വി.ഡി. സതീഷിന്റെ ഒക്കെ വീട്ടിലെന്തോ കണ്ടെടുത്തുന്ന കാര്യങ്ങളതൊക്കെ. ഓ. അത് എന്നും റെലവൻസ് ഉള്ള കാര്യമാണ്. അത് എത്ര അഡ്വാൻസ്ഡ് ആയാലും മോഡേൺ ആയിട്ടുള്ള ഇതിലൊക്കെ ഇപ്പോഴും അത്രയധികം ആൾക്കാർ നമ്മൾ കാണുക, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞോളതിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. കോമൺ എന്റെ എക്സ്പീരിയൻസിൽ ഇല്ല. നിനക്കുണ്ടോ? നമുക്കറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തതായിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ടോ ദുർമന്ത്രവാദം അല്ലെങ്കിൽ പറഞ്ഞു മന്ത്രവാദം ചെയ്യാൻ നടക്കുന്നില്ല പോയി എന്ന് എന്നൊക്കെ? അല്ല, ഞാൻ പിന്നെ കോമൺ ആയിട്ട് കേട്ടേക്കണത് ഒരു സാധനം വശീകരണം. അങ്ങനെ വശീകരണ മന്ത്രം എന്ന് പറഞ്ഞ സാധനം കുറച്ച് കോമൺ. അതും ഇതും ഡിഫറെന്റ് ആൾക്കാർ ഇഷ്ടപ്പെടാം. അല്ല, അത് മന്ത്രവാദത്തിനകത്തുള്ള സബ് കാറ്റഗറി പോലെ തന്നെ കേട്ടേക്കണേ. മന്ത്രവാദം ശരിക്കും ബ്ലാക്ക് മാജിക് എന്നല്ലേ പറയാ. പക്ഷെ വശീകരണമൊക്കെ പ്രാക്ടിക്കലി ആണ്. അതാണ് ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. അതെ. അതാ കേട്ടോ. അതിന് ബ്ലാക്ക് മാജിക്കും വൈറ്റ് മാജിക്കും ഉണ്ട് ആക്ച്വലി. ഈ വൈറ്റ് മാജിക് പറഞ്ഞാൽ നോർമൽ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ദൈവവിശ്വാസം അങ്ങനത്തെ. ബ്ലാക്ക് മാജിക് ആണ് ഈ ദുർമന്ത്രവാദം ഈ പരിപാടികളൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ശരിക്കും കറന്റ് സിനാരിയോയില് മാത്രമല്ല, ഹിസ്റ്ററിയിലും ഇതിന് ഒരുപാട് റൂട്ട് ഉണ്ട്. 17th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ മൊസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലൊക്കെ ബ്ലാക്ക് മാജിക് പരിപാടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വേൾഡ് വൈഡും ഞാൻ കേട്ടിട്ടുണ്ട്. ചൈനയില്, ഈജിപ്തില്, സൗദി അറേബ്യയിലൊക്കെ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും. അപ്പൊ കുറച്ചു കാലം മുന്നേ നമ്മുടെ നാട്ടിലും കേട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലൊക്കെ ബ്ലാക്ക് മാജിക്കിന്റെ എന്തോ ഹോട്ടലിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു 5-10 വർഷം മുന്നെയാണ്. ഇപ്പൊ അടുത്തല്ല. തിരുവനന്തപുരത്ത് ഒരു സിനിമ ഉണ്ട്. അവര് സ്വന്തം പാരന്റ്സിനൊക്കെ വന്നിട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ കേടന്റെ അഞ്ചാം പാതിര സിനിമയിലുള്ള മെൻഷൻ ചെയ്യണ അത് എന്താ ആസ്ട്രൽ പ്രൊജക്ഷൻ ബ്ലാക്ക് മാജിക്കും സെയിം ആണോ? അത് ഡിഫറെന്റ് അല്ല രണ്ടും? അവര് തിരിച്ചു വരുന്നൊക്കെയാണ് ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. അല്ല, മന്ത്രവാദത്തിന്റെ ഭാഗമൊന്നുമില്ലേ? ആൾക്കാരെ ഹാം ചെയ്യുന്ന ഒരു ബെനിഫിറ്റും കിട്ടുന്നുള്ള എന്തെങ്കിലും വല്ല കാര്യങ്ങൾ കിട്ടുന്നുള്ളതിൽ കാണിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ മന്ത്രവാദോ എന്താ വെച്ചാൽ അത് ഈ അരിസ്റ്റോട്ടിലെ കാലം മുതൽ 19th സെഞ്ചുറി വരെയുള്ള സയൻസിനെ നമ്മൾ പറയുന്നത് ഈ നാച്ചുറൽ ഫിലോസഫി എന്നാണ്. അതിനകത്ത് തന്നെ ഒക്കൾട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രവാദത്തിനെ തന്നെ പറയുന്നതാ. ഒരു പ്രാക്ടീസ് ആ സമയത്ത് നിന്നിരുന്ന അതിന് ഒക്കൾട്ടിസം എന്നാ പറയുന്നത്. അത് തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ മാജിക്സ്, ആസ്ട്രോളജി, പിന്നെ ആൽക്കെമിക്കൽ എലമെന്റ്സ്. അതായത് ഈ ആൽക്കെമിക്കൽ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ കുറച്ച് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് മന്ത്രവാദത്തിന് യൂസ് ചെയ്യുന്നത്. അത് തന്നെ മെയിൻ ആയിട്ട് അതന്നെ മെയിൻ ആയിട്ട് ഒക്കൾട്ടിസത്തിന് സബ് കാറ്റഗറീസ് ചെയ്ത് 3 അതിനകത്ത് തന്നെ ആൽക്കെമിക്കൽ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മന്ത്രവാദത്തിൽ എന്ന് പറഞ്ഞത്. അത് തന്നെ സൾഫർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, പിന്നെ സോൾട്ട്. അങ്ങനെ സൾഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള സോളായിട്ട് ഉള്ള സങ്കല്പം. ഇതിനെ ഈ ഓരോ എലമെന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് സൾഫർ ആണെങ്കിൽ സോളായിട്ട് ശരീരത്തിനകത്ത് തന്നെ സോൾ. പിന്നെ ഈ മെർക്കുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്തുള്ള സ്പിരിറ്റിനെ കൺസിഡർ ചെയ്യുന്ന പോലെ. സോൾ സ്പിരിറ്റ് ഒന്നല്ല. അതാ പറഞ്ഞ ശരീരത്തിനകത്തുള്ളതിനെ സോളെന്നും ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ സ്പിരിറ്റ് എന്നും പറയുന്നത്. അങ്ങനെ പിന്നുള്ളത് സോൾട്ട്, അത് ബോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ. അങ്ങനെയാണ് ഈ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, പറയപ്പെടുന്നു. ശരിയാണെന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ വെസ്റ്റേൺ ഉള്ള ഒരു ഒക്കൾട്ടിസം ആണ് ഇപ്പൊ പറഞ്ഞത്. അത് തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അവിടെ തന്നെ തുടങ്ങിയത് ട്രൈബ്സ് ആണ് കുറച്ചും കൂടി എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആദിവാസി സമൂഹത്തിൽ നിന്ന്. അങ്ങനെ ആദിവാസി എന്ന് പറയാൻ പ്രശ്നമുണ്ടോ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ലല്ലോ. അങ്ങനെ ഒരു വർഗത്തിൽ നിന്നാണ് തുടങ്ങിയത്. അത് കാണിക്കാരെന്ന് പറഞ്ഞത്, അതായത് കാണിക്കാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നിന്നാണ് വരുന്നത്. ഇത് തന്നെ പറയുന്നത് ഇവർക്ക് നന്നായിട്ട് അമ്പെയ്ത്ത് വശം ഉണ്ടായിരുന്നു അത്ര. അവര് തന്നെ ഈ ദ്രോണർ എന്ന് പറഞ്ഞ അവരുടെ ശിഷ്യന്മാരെക്കാളും നന്നായിട്ട് അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു അഗസ്ത്യമുനി ഇവരെ കണ്ടു. അപ്പോ ഇവരെങ്ങനെയെങ്കിലും അവരുടെ മുകളിലാവാൻ പാടില്ല, ഇവരെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ദുർമന്ത്രവാദത്തിനുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് അവര് അങ്ങനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പറയുന്നു കേട്ടോ. മയം പറഞ്ഞ പ്ലേസ് ഉണ്ട് ഇന്ത്യയില്, അസം സ്റ്റേറ്റിലെ ഗുവാഹട്ടിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് ഗുവാഹട്ടിയിലുണ്ട്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മായ എന്ന വേർഡിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിനും ക്യാപിറ്റൽ ഉണ്ട്. ഇപ്പോ ഹിസ്റ്ററി നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 13th സെഞ്ചുറിയിൽ ഈ ഒരു മുഹമ്മദ് ഷാ പുള്ളി ഒരു 1,00,000 ഹോഴ്സ്മാനും കൂടി പോകുമ്പോൾ പെട്ടെന്ന് ഡിസപ്പിയർ ആയെന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ വേറൊരു ഹിസ്റ്ററി പറയുന്നത് മഹാഭാരതത്തില് ഘടോത്കചൻ ഉണ്ടല്ലോ, ഭീമന്റെ പുത്രൻ.
ഭീമന്റെ പുത്രൻ എന്ന് വിചാരിക്കും. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ പുള്ളി എന്താ ഈ മഹാഭാരത യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ബ്ലാക്ക് മാജിക് അറ്റൈൻ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഓ അതും ഒരു ഹിസ്റ്ററി പോലെ പറയപ്പെടുന്നു. ഇവിടെ നരബലിയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു സ്ഥലമാണ്. ഓ അപ്പൊ ഇപ്പൊ എന്തോ റീസെന്റ് എന്തോ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഒരു നരബലി കേസുകൾ ആ. നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ ആർക്കോളജിക്ക് നോക്കുമ്പോ ഈ വെട്ടാൻ യൂസ് ചെയ്ത സ്വാഡ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ ഈ വല്ല രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ആവശ്യമില്ല. ഓ അവർ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല. അവർക്ക് മറ്റേ നേഴ്സുമാരോ അതിലൊന്നും വേണ്ട. അവർക്ക് ഗോസ്റ്റ് കൂടെ നിൽക്കുന്ന പറയുന്നത്. പിന്നെ വല്ല ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറിയുടെ മുകളിൽ മറ്റേ കോപ്പർ പ്ലേറ്റ് വയ്ക്കും. എന്നിട്ട് ആ കോപ്പർ പ്ലേറ്റ് ഉള്ള മുറിവുകൾ മൊത്തം അബ്സോർബ് ചെയ്യുന്ന പറയുന്നു. അതായത് പാമ്പ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം വിഷം കഴിക്കുന്ന kind ചെയ്യുന്ന പോലെ. പരിപാടി ഇല്ലേ? പിന്നെ സിവിയർ ആയുള്ള വല്ല എന്താ രോഗങ്ങൾ വന്ന് ഇഞ്ചുറി വന്നിട്ട് ഈ എന്താ പ്ലേറ്റ് ഉണ്ടല്ലോ കോപ്പർ പ്ലേറ്റ് അത് ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് തെറിക്കുന്നൊക്കെ പറയുന്നു. അങ്ങനെ രോഗങ്ങളൊക്കെ മാറുന്ന പറയുന്നു. സയന്റിഫിക്കലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതിന് പുറത്ത് എന്തെങ്കിലും. ഒരു പിന്നെ ഈ മറ്റേ ജോത്സ്യ ആസ്ട്രോളജിസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് പോലീസിന് പോകില്ല എന്തെങ്കിലുമൊക്കെ സാധനം മിസ്സായി പോയി വന്നാൽ അതിന് പകരം ഇവര് എന്താ ആൾക്കാര് പോവും. അത് മറ്റേ ഇതില്ലേ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ കൈനോട്ടം കൈനോട്ടല്ല ഞാൻ പറഞ്ഞ മഷിനോട്ടം ആ രണ്ടുമുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഐറ്റംസ് ഒക്കെ തന്നെ നമ്മുടെ ഈ ചോര കാണിക്കുന്നതുണ്ടല്ലോ മന്ത്രവാദികളുടെ ചോര പെട്ടെന്ന് പ്രതീക്ഷിതമായി ചോരയൊക്കെ ഉണ്ടാക്കില്ല. നല്ല ലക്ഷണം എന്നൊക്കെ പറയും. അല്ല ചോരയൊക്കെ ഉണ്ടാക്കുന്ന സാധനം തന്നെ അത് 2-3 സാധനങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചോര എന്നല്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാം. അല്ല ഞാൻ കേട്ടത് എന്താ പറയുക കുർക്കുമിന്റെ പൗഡർ മഞ്ഞപ്പൊടി ചുണ്ണാമ്പുകൂടി കലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് കളർ ചുവപ്പ് കളർ അത് എന്നിട്ട് കെമിസ്ട്രിയിൽ അത് കീറ്റോ ഇനോൾ ടോട്ടോമർസ് എന്നോ എന്തോ പേരും കൂടി ഉണ്ട് നെയിംഡ് ആയിട്ടുള്ളതാ. ബ്ലഡിന് വേണ്ടിട്ട് അതന്നെ ബ്ലഡിന് വേണ്ടി ഓരോ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് സംഭവം അറിയില്ല. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു ലേഡി ഉണ്ട് ദൈവസിദ്ധി കിട്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ദൈവസിദ്ധി അത് മന്ത്രവാദമല്ല കൈൻഡ് ഓഫ് ഒരു സൂപ്പർ സ്റ്റിഷനുള്ള ഈ സംഭവമാണ് ഒരു വൈറ്റ് മാജിക് കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത്. വൈറ്റ് മാജിക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പാണ്. ആൾദൈവങ്ങളായി ഇവൻ പറയുന്നത് കൈൻഡ് ഓഫ് ആൾദൈവമാണ്. അതായത് കുറേ പേരുണ്ട്. നമ്മളൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അന്ന് കുറച്ച് ഫേമസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊരു എല്ലാവരും പോയായിരുന്നു. നമുക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകാറില്ല. അപ്പൊ ഞാൻ ഈ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ വരുന്നുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊന്നും വിശ്വസിക്കുമല്ലോ പറഞ്ഞു. ഞങ്ങളൊന്നും പറയാൻ പാടില്ല വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. സംഭവം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡി പോകത്ര എന്നിട്ട് എന്തോ പൈപ്പിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കാല് നനച്ച് വരും. പിന്നെ വരുമ്പോൾ ചില്ലറ പൈസ കാണിക്കും. ഇത് ഇവിടുത്തെ എല്ലാവരും വിശ്വസിച്ചു. അതായത് എഡ്യൂക്കേറ്റഡ് ആയ മാഷന്മാരൊക്കെ ഇത് കാണാൻ വേണ്ടി പോയി. ഇതുവരെ പൊക്കില്ല. പോലീസുകാരൊക്കെ വന്നു. പക്ഷെ ഇതുവരെ പിടിക്കപ്പെട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല. ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഒരു മാജിക്കുകാരനായിരുന്നു എന്നൊരു സത്യമുണ്ട്. എന്നിട്ട് പോലും ആളുകൾ ലോജിക്കലി ചിന്തിച്ചില്ല എന്നുള്ള സംഭവമാണ്. പിന്നൊക്കെ നിന്നു. അവർക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ ഈ കൺവേഴ്സ് ആൾക്കാർ. പക്ഷെ ഇതില് നമ്മളിപ്പോ ഈ ബ്ലാക്ക് മാജിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടല്ലോ. ജ്യോത്സ്യന്മാരും ബ്ലാക്ക് മാജിക് അതല്ല അവരെന്നെ ചില ആളുകളുടെ ചില വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോ അവരെന്നെ പറയുന്നത് ഈ കൂടോത്രം മന്ത്രവാദം അങ്ങനെ ഒന്നും ഇല്ല. അവര് പറഞ്ഞു വെച്ചെങ്കിൽ ഇപ്പോ അതായത് ഇപ്പോ ഞാൻ അവരുടേതായിട്ട് എടുത്ത് പറയല്ല, ഈവൻ അങ്ങനത്തെ കാര്യം ചെയ്യുന്ന ആളുകൾ പോലും പറയുന്നത് അങ്ങനത്തെ പരിപാടി ഇല്ല. ഇപ്പൊ ഞാൻ നിനക്ക് കൂടോത്രം ചെയ്തിട്ട് നീ നശിക്കുന്നു പറഞ്ഞിട്ട് ഒരു നിന്നെ മെന്റലി വീക്ക് ആക്കാണ്. ഞാൻ നിനക്ക് വീണ്ടും 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 വന്നതിന് ശേഷം ഞാൻ അറിയും. അപ്പൊ നീ ഡൗൺ ആവും, നേരെ നമുക്ക് പിടിച്ചിടുകയും ചെയ്യും. പക്ഷെ അതാണ് മെയിൻ കാര്യം. ഞാൻ ഇപ്പൊ നിനക്കൊരു കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കണം എങ്ങനെയാണ് നിനക്കത് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാലേ അത് വലിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ വളരെ രഹസ്യമായി ചെയ്ത് അത് വലിക്കില്ല. കാരണം നിനക്ക് ചെയ്ത് അറിയാൻ പിന്നെ നീ മെന്റലി എന്ത് കാര്യം പറഞ്ഞാൽ അതിലേക്ക് കണക്ട് ചെയ്തിടും. ശരിയാ, മനസ്സിലായി. ഇതിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു വെല്ലിച്ചൻ. അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ പോയി ചെയ്തു. മുട്ടക്കൂടോത്രാണോ? എന്ത് ടൈപ്പ് ഓഫ് കൂടോത്ര സംഭവം ഒന്നും അറിയില്ല. പരിപാടി ഉണ്ടല്ലോ. പക്ഷെ ഒരാളത്തെ പോയി കണ്ടു. ആ പുള്ളിക്കാരന്റെ ആള് എനിക്ക് അറിയാം. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ വീടുമായി പരിചയമുള്ള ആളാണ്. ഇയാള് വന്ന് പറഞ്ഞു ഇതിങ്ങനെ ഇവിടുത്തെ നാട്ടിലത്തെ ആള് വന്ന് അവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സംഭവം. എനിക്ക് എന്റെ ഫ്രണ്ടിട്ട് പറയണമെന്നുണ്ട് പറയണ്ടെന്നുണ്ട്. എന്റെ അമ്മ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ അവിടെ നിൽക്കണ്ട, അവരുടെ കുടുംബക്കാരുമാണ്. എന്നിട്ട് ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു എടി അയ്യങ്ങാരെ നമ്പാൻ നിൽക്കരുത്, ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് സിനിമ ഉണ്ടാവും. പിന്നെ എന്താ ബാക്കി നടന്നിരിക്കാതില്ല.
അതന്നെ അതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത ആളുകൾ അറിയണം, അത് എങ്ങനെയെങ്കിലും അത് അറിയിക്കണം. നീ മറ്റേ ഈ ആസ്ട്രോളജിയിലൊക്കെ വിശ്വാസം ഉണ്ടോ? അസ്ട്രോളജിയില് അതായത് ഗ്രഹനില പ്രകാരം എന്നൊക്കെ പറയണല്ലേ? പക്ഷെ അത് കുറെ ഞാനും കാര്യങ്ങളിൽ എന്തൊക്കെ കുറെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതൊക്കെ നമ്മളങ്ങനെ ഒരു പ്രോബബിലിറ്റി വീട് ആണ്. വെക്കുകയാണെങ്കിൽ വാസ്തു നോക്കിയിട്ട് ചെയ്യുക, ഉം. അല്ലെങ്കിൽ അതിന് വാസ്തു പക്ഷേ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ ഇല്ല ദ്രോണം എന്ന് പറയുക പറഞ്ഞ ഫിലിമിൽ കുറെ കാണിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ദ്രോണില് വെറും അല്ല അബദ്ധാണത്. അല്ല അത് വെറും അബദ്ധമായിട്ടല്ല, ഗുണ്ട് പടയി പറയണേ. അബദ്ധമായിട്ടല്ല. ആ ഉം. വീടിനകത്ത് രാത്രി അതില് ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തിലകന്റെ മറ്റേ ആ സൗണ്ട് കണ്ടല്ലേ സൂപ്പർ പേടിപ്പെടുത്തുന്ന. അല്ല അത് അതല്ല, വീട് വാസ്തു പറഞ്ഞാൽ പറയും ഒരു വീട്ടിൽ പ്രോപ്പർ ആയിട്ട് എയർ എന്താ എയർ സർക്കുലേഷൻ സർക്കുലേഷൻ നടക്കണം, വേണം, ഒരു ഇൻകമിങ് ഔട്ട് ഗോയിങ് ഇൻകമിങ് വേണം. ഔട്ട് ഗോയിങ് വേണം. അതിപ്പോ അല്ലെങ്കിൽ ഇപ്പോ ഒരു കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് ഇതൊക്കെ പ്ലാൻ തയ്യാറാക്കുമ്പോ തന്നെ അത്യാവശ്യം അറിയാലോ, ഒരു സ്ഥലം നോക്കിയിട്ടൊക്കെ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. സ്ഥലം നോക്കുന്നുണ്ട് വീടിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് സ്ഥലം പ്രോപ്പർ ആയിട്ട് നോക്കി വേണം. ആൾക്കാര് നോക്കി സൈക്കോളജി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലൈറ്റഡ് ഡിസ്റ്റർബ് ആയിരിക്കും. ആയിട്ടുള്ള അത്യാവശ്യം എയറേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നോക്കിയതിന് ശേഷം റൂമിന്റെ റേഷ്യോ ഇത്ര സ്ക്വയർ ഫീറ്റിന് അത് ഇത്ര ആൾക്കാര്. അപ്പൊ വളരെ ആ ചെറിയതൊക്കെ നമ്മുടെ ആണെങ്കിൽ എ നമ്മൾ സി പറയും വെക്കുകയാണെങ്കിൽ തന്നെ ഓവർ AC ക്രൗഡിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് ഉണ്ട്. ഇത്ര പിന്നെ അലോഡ് ചെയ്യാൻ പറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വാസ്തുവിൽ വേറെ ഫാക്ടർ ഉണ്ട്. ഫ്ലാറ്റുകളിൽ എന്ത് വാസ്തു, അതെ ബിൽഡിങ്ങുകളിലെ ഒന്നുമില്ല ഹൈറ്റിൽ കെട്ടിടം എവിടെയോ വേറെ പറഞ്ഞ വാസ്തു. പോലെ. അത് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ വേറെ സാധനം ഇല്ലേ, എന്താ കന്നിമൂല എന്ന് കേട്ടിട്ടുണ്ട്. കന്നിമൂല ഉം. അവിടെ ഒന്നും ചെയ്യാൻ അതായത് കന്നിമൂലയിൽ തന്നെ ഈ പറഞ്ഞ ടോയ്ലറ്റ് പാടില്ല, വേസ്റ്റ് ഇടാൻ പാടില്ല, അങ്ങനത്തെ അതും നോക്കുന്നുണ്ടല്ലോ. എന്റെ വീട്ടിൽ ആക്ച്വലി ഞാന് ഞങ്ങക്ക് വീട് വെച്ച മുതല് കഴിഞ്ഞ 2-3 വർഷം മുന്നേ വരെ ഈ കന്നിമൂലയാണ് സെറ്റ് ടാങ്ക് വരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് മാറ്റി, അത് കന്നിമൂലത്തിൽ മാറ്റിയതല്ല, ഈ മഴക്കാലത്ത് എന്റെ അടുത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറ്റിയത്. അതിനുശേഷം അതിന്റെ മുന്നേയും വലിയ മാറ്റം എനിക്ക് എന്റെ വീട്ടിൽ ഫീൽ ചെയ്തിട്ടില്ല. അല്ല വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ആൾക്കാരില്ല. അതിപ്പോ ഞാൻ പറയട്ടെ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനൊന്നുമില്ല, എല്ലാവരും follow ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞത്. മുസ്ലിംസ് കൂടുതലായിട്ട് വാസ്തുക്ക് ഫോളോ അതെ ചെയ്യുന്നത് പണ്ടൊന്നും ഉണ്ടാവില്ല. അല്ല വാസ്തുവിനാല് ഇത് ഞാൻ ലോജിക്ക് കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ സർക്കുലേഷൻ വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളും നടക്കണം, വെന്റിലേഷൻ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ അടുപ്പിന്റെ സ്ഥാനമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതും ഈ കിഴക്ക് പറഞ്ഞ പോലെ ഭാഗത്തായിട്ട് വൃത്തിയായിട്ട് അത് കത്തണമെന്നുണ്ടെങ്കിൽ എയർ സൂര്യൻ ഉദിച്ചു വരുന്ന നമ്മൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. കിണർ വെള്ളം ഉണ്ടാകുന്ന കുത്താൻ നോക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ വാസ്തുവിന്? കിണറിൽ വെള്ള സ്ഥാനം നോക്കാനായിട്ട് മറ്റേ വട്ടി പിടിച്ചുള്ളത് വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു പരിപാടിയാണ്. സിനിമ അല്ല ഇപ്പോഴും ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അതുണ്ട് അതാണ് തോന്നുന്നത്. പിന്നെ കയ്യില് പിന്നെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എവിടെ തുളുമ്പി അവിടെ അത് സൈക്കിളിൽ നോക്കി ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. ഉം. എങ്ങനെ അവിടെ ആള് വന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത് എന്താ, അവരുടെ ബോഡി എന്തോ അലൈൻഡ് ആണ്. ബ്ലഡ് ഗ്രൂപ്പോ അതാ മാഗ്നറ്റിക് എന്നിട്ട് അലൈൻമെന്റ് നല്ലൊരു ബോറടിക്കും ചെയ്യും, എന്നിട്ട് തുരന്ന് സയന്റിഫിക് ആയിട്ടുള്ള മിസ്റ്റേക്ക്. ഇപ്പോൾ എന്റെ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ഥലത്തിൽ ബോർവെല്ലിന് വന്നിട്ട് മറ്റേ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനൊക്കെ വന്ന് അവര് ഫുള്ള് നോക്കി വന്നിട്ട് കിട്ടിയില്ലേ 200 വെള്ളം കിട്ടുമോ, കിട്ടിയില്ലേ 350-400 ലിറ്റർ വെള്ളം കിട്ടി. 250 ഇഷ്ടം പോലെ വെള്ളമാണ്, ഇഷ്ടംപോലെ നമ്മള് മന്ത്രവാദത്തിലേക്ക് തിരിച്ചെത്തും. ഇതെല്ലാം അതന്നെ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിലുള്ള പോലെ ബ്ലാക്കും വൈറ്റും പറഞ്ഞ പോലെ ഇതെല്ലാം ശരിക്കും വേറെ മാജിക് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്താ അല്ല എനിക്ക് തോന്നുന്നു വേറെ ആളെ ഹാം ചെയ്യാത്ത കാര്യങ്ങൾ അത്ര വലിയ അങ്ങനെയാണോ? ദുർമന്ത്രവാദം ചെയ്യുന്നത് ദുർമന്ത്രവാദത്തിൽ ആരെയും പിടിച്ചിട്ട് തല്ലി കൊല്ലൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു വടി എടുത്ത് തല്ലി അങ്ങനത്തെ പക്ഷെ അവർക്ക് എന്തെങ്കിലും കേൾപ്പാടാക്കി കൊല്ലുന്ന അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് മറ്റേ എന്റെ ഫ്രണ്ടിന്റെ മറ്റേ വ്യക്തി ചെയ്തിരിക്കുന്നത്. അതൊരു മോശം കാര്യമല്ലേ? അറിയിക്കാത്തൊരു സാധനം മറ്റേ പിടിച്ചു കിട്ടാൻ വേണ്ടിട്ട് ദുർമന്ത്രവാദം ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുണ്ടകളെ കിട്ടുന്ന സെറ്റപ്പാണ്. പിന്നെ നമ്മൾ സിനിമകളിൽ നമ്മൾ കണ്ടേക്കണത് തന്നെയല്ലേ, മന്ത്രവാദി ശിഷ്യൻ അവസാനം കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ മന്ത്രവാദിക്ക് അസൂയ വന്ന മന്ത്രവാദി എന്തെങ്കിലും ചെയ്ത് അവന്റെ മന്ത്രവിദ്യ അങ്ങോട്ട് നശിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഇത് മനസ്സിലാക്കി ഇവൻ മന്ത്രവാദിയെ കൊല്ലും. സ്ഥിരം ക്ലീശ കഥ ഉണ്ടല്ലോ, സ്ഥിരം നമ്മൾ കാണുന്ന കുറച്ചൊന്നല്ലേ. നമ്മള് കുട്ടിക്കാലത്ത് ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ പാല പൂക്കുന്ന സമയത്ത് ഈ യുവാക്കന്മാര് വീട്ടിലോട്ട് പോകുന്ന സമയം രാത്രിയാണ്. വളരെ സുന്ദരിയായ ഒരു സ്ത്രീ. അപ്പൊ ഈ പാല പൂക്കുന്ന ഒരു ഭയങ്കര എക്സോട്ടിക് സ്മെല്ലൊക്കെ തരുന്ന എന്ന് പറയുന്നു. ആ സമയത്ത് വന്ന് നിൽക്കുന്നു, അവിടെ ഹെൽപ്പ് ചോദിക്കുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് രാത്രിയിൽ. സ്ത്രീ ചോദിക്കുന്ന ഒരു സഹായം ഓക്കെ എന്ന് വെച്ചിട്ട് സ്ത്രീയെ വീട്ടിലേക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. വീട്ടിലെത്തുന്ന സമയത്ത് കുറച്ച് വെറ്റിലൊക്കെ ഉണ്ട്, അപ്പൊ ചുണ്ണാമ്പ് ചോദിക്കുന്നു. ചുണ്ണാമ്പ് ചോദിക്കാൻ വേണ്ടിട്ട് പുള്ളി എടുക്കാൻ പോകുന്ന ആ മൊമെന്റില് ഈ ലേഡി അങ്ങ് ട്രാൻസ്ഫോം ചെയ്യണം. ഭയങ്കര ലോങ് നെയിലും വികൃത രൂപിയായിട്ടുള്ള രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞ്
പിന്നെ കാണുന്നത് ആള് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. ഓ ആ പാലമരത്തിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുകയായിരിക്കും. പിന്നെ രാവിലെ ആകുമ്പോൾ ഇയാളുടെ പല്ലും നഖവും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. മുഷിഞ്ഞ വസ്ത്രത്തില് ഫുൾ ബ്ലഡ് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ട ഒരു അതെ കഥ. പിന്നെ ഇപ്പോ സയന്റിഫിക്കലി പറയുന്നത് എന്തോ അതിന്റെ പ്ലാന്റിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഏതൊരു സ്നേക്കിനൊക്കെ അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഈ പ്ലാന്റ് മറ്റേ മോണോക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് അതെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സും ഉം. രാത്രി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി കൂടിയിട്ടാണ് ഈ മരിച്ചു കിടക്കുന്ന സിനാരിയോസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. പിന്നെ ഇതില് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോണ ആളുകളുടെ ഞാൻ ഒന്ന് രണ്ടാൾക്കാരുടെ റെഫറൻസിൽ കണ്ടതാണ്. വളരെ ചെറിയ പെർസെന്റേജ്, മേ ബി ഒരു 5 മാത്രമേ എന്തെയുള്ളൂ വേറെ ആൾക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടോത്രം ചെയ്യാൻ പോകുന്നുള്ളൂ. ബാക്കി 95% എപ്പോ ആളുകൾ പോകുന്നത് അല്ലെങ്കിൽ മന്ത്രവാദികളൊക്കെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആരോ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ നേരത്തെ പോലെ അവർക്ക് എന്തെങ്കിലും ബാഡ് ഇൻസിഡൻസോ കാര്യങ്ങളായിട്ട് സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അതിൽ ആരോ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഒരു 95% ആളുകൾ ഈ മന്ത്രവാദി പോലുള്ള ആൾക്കാരത്തൊക്കെ പോകുന്നത്. ഈ മന്ത്രവാദം അല്ലെങ്കിൽ കൂടോത്രം ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലുള്ള ഇതെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ കേബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിനകത്തൊന്നും ആശ്രയിക്കില്ല പറയില്ലേ. ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എഫക്ട് ചെയ്യില്ലെന്നോ? അതന്നെ അതാ ടാർഗറ്റ് ചെയ്യുക പറയുമ്പോൾ ഇപ്പം ശത്രുക്കൾക്കെതിരെയുള്ളത് ഇപ്പൊ പ്രയോഗിക്കുന്നത്. നമ്മുടെ ശത്രുക്കളെല്ലാം ഈ വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അതല്ല നമ്മൾക്ക് ഈ പറഞ്ഞ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കത്തില്ല അതാ പറഞ്ഞ വെറുതെ പൈസ കളയേണ്ട അതിലും ആവശ്യമില്ല ഞാൻ പറയുന്നത്. അതൊരു 100% ആ സ്റ്റേറ്റ്മെന്റോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മായ പണ്ടൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊരു ഫിലിമാണ്, ഒരു ഹൊറർ മൂവിയാണ്. രാത്രി കണ്ടു കഴിഞ്ഞാൽ പൈസ തരാം 5 ലക്ഷം രൂപ തിയേറ്ററിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട അങ്ങനെ ഓഫർ അവർ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കാണാൻ പോകുന്ന എല്ലാവർക്കും അറിയാം ആ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പ്രേതോ അല്ലെങ്കിൽ പോസ്റ്റ് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പോകാനുള്ള 100% കാണുന്ന ആൾക്കാർക്ക് ഉറപ്പാണ്. എന്നിട്ട് അവർ 5 ലക്ഷം ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഇതില്ലാണ്ട് കുഴപ്പമില്ലല്ലോ. മാർക്കറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല അത് മാർക്കറ്റിംഗിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. ആയിരിക്കാം. പടത്തിന് പക്ഷേ കുറച്ചുകൂടി പ്ലസ് അത്രയും സ്കാരി ആണല്ലോ. അപ്പൊ അതന്നെ ആ ഫിലിമിൽ ഒരാളും പുറത്തിറങ്ങി വരുന്ന വിശ്വാസമായിട്ട് വലുതായിട്ട് അപ്പൊ അത്ര ചെറിയ മേ ബി പറഞ്ഞ പോലെ തന്നെ അത്രയും സ്ട്രോങ് മെന്റാലിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉള്ള ആളുകൾക്കില്ല ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള അല്ല, വിശ്വാസമുള്ള ആളുകൾക്ക് ഇമ്പാക്ട് ഞാൻ ഇല്ല. ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളുള്ള ആൾക്കാര് ഇതുകൊണ്ടാണ് എന്തെങ്കിലും ആൾക്കാർ കൊടുത്താൽ ചെയ്തോണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാര് ഇങ്ങനത്തെ ഒരു ആശ്രയമൊക്കെ ആണെങ്കിൽ ഇപ്പൊ പൂജ എന്നൊക്കെ പറഞ്ഞാലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കൊന്നുമില്ലല്ലോ. ഇല്ല. എല്ലാത്തിനും നല്ല പൈസ ഉണ്ടാവും ഈ പറഞ്ഞ സാധനങ്ങൾ മേടിക്കാനും പിടിക്കാനും എല്ലാത്തിനും. അപ്പൊ പിന്നെ ഓൾറെഡി ഇല്ലാത്ത ആള് കടം മേടിച്ചതൊക്കെ ചെയ്യിച്ച് വീണ്ടും പ്രശ്നത്തിലേക്ക്, അതായത് അങ്ങനത്തെ ഒരു ഇതെന്ന് പറയില്ലേ. ഇതിപ്പോ നമ്മൾ ഹോപ്പ് കൊടുക്കണമെങ്കിൽ എന്താ അറിയോ, ഹോപ്പ് പറഞ്ഞൊരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണല്ലോ എങ്ങാനും ഇതോടെ എന്റെ പ്രശ്നങ്ങൾ തീരും, കുറച്ച് എക്സ്ട്രാ കാശ് എവിടെന്നെങ്കിലും മറിച്ചിട്ടാലും കുഴപ്പമില്ല, ഇതോടെ എന്റെ പ്രശ്നങ്ങൾ ചെയ്താൽ ഞാൻ ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ചെയ്യില്ലേ. കുടുംബം പണയം വെച്ചുകൊണ്ട് പൂജ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതായത് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ വേറെ വല്ല ഫാമിലി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ മെന്റൽ ഡൗൺ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഡൗൺ ആയിട്ടുള്ള നമ്മൾ ബാക്കി എല്ലാ പ്രവൃത്തികളിലും എല്ലാ ആക്ടിവിറ്റീസും ഇമ്പാക്ട് ചെയ്യും. അത് അറിയാവുന്ന കാര്യമാണല്ലോ. അതാകുമ്പോ ഒന്നുകൂടി ഡൗൺ ആയി പോകും. ഈ തുടരെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞായുടെ മൈൻഡ് ഡൗൺ ആവും. ലോജിക്കലായിട്ട് ചിന്തിക്കുന്നു, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ നല്ലത്. അതാണ് എന്റെ. നിനക്കെന്താ താല്പര്യം? ചില കാര്യത്തിൽ എനിക്ക് താല്പര്യമല്ല, പക്ഷെ ഇതിന്റെ സൈക്കോളജി ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ സ്ട്രോങ് ആണെന്ന് വിചാരിക്കും, തുടരെ പ്രശ്നം വരുന്നു, നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവാണ്. ഏക ആശ്രയം ഇത് മാത്രമേ ഉള്ളൂ, ഇത് ചെയ്യാത്തോണ്ട് ഒരു പ്രശ്നം വേണ്ട. അങ്ങനെ ആ സമയത്ത് പിന്നെ അതുപോലെ ഇതിൽ വിശ്വാസമുള്ള നമ്മൾ ബേബി ഒരു വിശ്വാസമില്ലാത്ത ആളായിരിക്കാം. നമുക്ക് ബാക്ക് ടു ബാക്ക് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇഷ്യൂസ് വന്നിട്ട് സമയത്ത് വേറെ നമ്മളോട് പറയാം ഇത് ചെയ്ത് നോക്കിയ പ്രശ്നം തീരും, വിശ്വസിച്ച് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ. എല്ലാരും നമ്മള് പറയുന്നില്ല, എന്നാലും നല്ല ശതമാനം വിശ്വസിച്ച് പോകും. ഒരിക്കലും സാധനം അത് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്കുള്ള വിശ്വാസം കൂടും ചെയ്യും. ഇപ്പോ ഇതൊക്കെ പ്രോബബിലിറ്റിയുടെ സംഭവമാണ്. കുറച്ചു മുന്നേ കണ്ടിട്ടുണ്ടാവില്ലേ ഗംഗയില് ഒരു ചെറിയ കൊച്ചിനെ അമ്മ ഒഴിക്കില്ല, ഈ കുട്ടിക്ക് ക്യാൻസറോ മറ്റുമാണ്. അപ്പോ ക്യാൻസർ ആയിട്ട് ഈ ഗംഗയില് മുക്കി ഇതാക്കി കഴിഞ്ഞാൽ മാറുന്നാ പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഈ ലേഡി മുക്കി എന്നിട്ട് തിരിച്ചു വന്ന ആക്ച്വലി കൊച്ചു വെള്ളം കുടിച്ച് രണ്ടു പോലെ ഇവര് മറ്റേ CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി അപ്പുറം മറ്റേ സർവൈവ് ചെയ്ത് വരുന്നത് ഇവന്റെ നിൽക്കുന്നത്. അതിപ്പോ ഒരു അമ്മ കൊച്ചിനെ അസുഖം മാറാൻ വേണ്ടി ചെയ്യുന്നത് അത്രയും ഈ പറഞ്ഞ സ്റ്റേജില് വിശ്വസിച്ച് പോകുന്നു. യാതൊരു ഹോപ്പിലും ഇരിക്കുക. അപ്പൊ
100% കുട്ടി മരിക്കുന്ന വെച്ചിട്ട് ട്രൈ ചെയ്യണ ലാസ്റ്റ് ഹോപ്പ് പോലെ. അതെ. ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡിറ്റിയാന്ന് അറിയാം. പക്ഷെ അവരുടെ ഒരു സൈക്കോളജി എന്താണെന്നല്ല അവന്റെ കുട്ടി എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ എങ്ങനെയെങ്കിലും മോനെ രക്ഷപ്പെട്ടു. തിരിച്ചു കിട്ടണം, കുട്ടിനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഈ പ്രാക്ടിക്കൽ ചിന്താഗതി ചിലപ്പോ വന്നതില്ല. അതെ, മെന്റലി ഡൗൺ ആകുമ്പോ നമ്മള് മെന്റലി എല്ലാം അയ്യോ ഓക്കെ അതല്ല, ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ഇതെല്ലാം ഞാൻ കാര്യം പറഞ്ഞെന്ന് ഉണ്ടാവും. അറിയോ? ഉം. ഇപ്പൊ ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇതൊക്കെ ചെയ്തോളൂ, ഉം. ഒക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ഞാൻ പറഞ്ഞത് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ വീണ്ടും പടുകുഴിയിലേക്ക് ചാടരുത്, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിപ്പോ ചെയ്യുന്നോണ്ട് ഇപ്പൊ വലിയതില്ല, അവനാന് ഓക്കെ കഷ്ടപ്പാടുകൾ ആണെങ്കിൽ. വരുന്നുണ്ടല്ലോ. ഇത് ലാസ്റ്റ് ഈ കുട്ടിയുടെ കേസിന് വിചാരിക്കാം, നമുക്കറിയില്ല ആക്ച്വലി എന്താ സിനാരിയോ എന്ന്. ഇപ്പൊ ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഇപ്പൊ ഒരു ദിവസം കൂടി അയാൾ ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു സംഭവം വരികയാണെങ്കിൽ എങ്ങാനും അവരപ്പോ അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ആയില്ല. അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അത് ദൂരെന്നല്ല, ശരിയൊന്നും നമ്മുടെ പറയില്ല. അടുത്ത് തന്നെ ഇപ്പോ ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. ആ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല? അമ്മ മരിച്ചിട്ട് ആരും അറിയാണ്ട് റൂമില് വീട്ടിലിട്ട് 2 ദിവസം 3 ദിവസം കണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവര് വീണ്ടും ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചുകൊണ്ട്. അങ്ങനത്തെ കേസ് ഡോക്ടറാണ്. അങ്ങനത്തെ ആളുകളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മെന്റലി ഡൗൺ ആകുന്ന സമയത്ത് മേ ബി ഇതായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ മെന്റലി ഉള്ള പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടായിരിക്കാം. ഹോമിയോ ഡോക്ടറാ? നമുക്കും ഈ നമ്മൾ ഭയങ്കര ലോജിക്കലായി ചിന്തിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കും ഈ കുഞ്ഞു കുഞ്ഞുള്ള ഒരു സൂപ്പർസ്റ്റിഷൻ ചിന്തകളൊക്കെ ഉണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മയായിട്ട് വഴക്കിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആക്സിഡന്റോ എന്തെങ്കിലും മോശമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന സംഭവം. പൂച്ച കുറുകെ ചാടിയ ആ പൂച്ച അതെനിക്കില്ല. അതൊക്കെ ആദ്യം മുതലേ പറഞ്ഞു വന്ന ഓരോ വിശ്വാസങ്ങളല്ലേ. നമുക്ക് അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പൊ എത്ര എഡ്യൂക്കേറ്റഡ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ജനിച്ചു വളർന്ന കാലത്ത് കേട്ട കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എഫക്ട് ചെയ്യും. അതായത് നമ്മളൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയാവുന്ന ഒരു തോട്ട് എങ്ങനെയും വരും. നീ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഒക്കെ സൗണ്ട് ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നും അഫക്ട് ചെയ്യില്ല. നമ്മൾ തൊട മുടിയാതെ അങ്ങനത്തെ മെന്റാലിറ്റി ആയിരിക്കും. അതെ. പക്ഷെ ഡൗൺ ആകുന്നതിന് വേണ്ടി ഓരോന്നും ചെറിയ 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 കാര്യങ്ങൾ ക്യുമുലേറ്റീവ് ആയിട്ട് വന്നിട്ട് നമ്മൾ അഫക്ട് ചെയ്യാൻ തുടങ്ങും. വഴക്കിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കോൺസെൻട്രേഷൻ പോകുന്നു, അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആക്സിഡന്റോ അതായിരിക്കും നമ്മൾ എന്താ നേരെ പിടിച്ച് കെട്ടാൻ പോണത്. നമ്മൾ മൈൻഡ് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അത് പറഞ്ഞത് മാത്രം മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ. നമ്മളുടെ തന്നെ ആ സമയത്തുള്ള ശ്രദ്ധ ഇല്ലായ്മയാണ് നമുക്കുള്ള ആ അപകടം വരുത്തി വെച്ചത് അല്ലെങ്കിൽ അതെ. സംഭവിച്ചതെന്ന് വിചാരിക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധയോട് കൂടി ചെയ്യാന്ന് മാത്രം തന്നെയുള്ളൂ ഇതിനകത്ത്. അല്ല ഇപ്പൊ സൂപ്പർസ്റ്റിഷൻസിനെ പറ്റി പറയുമ്പോ തന്നെ നമ്മൾ കുറെ ആൾക്കാര് ഇന്ന ലക്കി നമ്പറിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ന്യൂമറോളജി തന്നെയാണ് തോന്നുന്നത് പഠിക്കുന്ന അതെ, നമ്പറിന്റെ ശാസ്ത്രം എന്താണ്? ആ ബ്രാഞ്ചിനെ പറയുന്ന ന്യൂമറോളജി തോന്നുന്നുണ്ട്. ചില നമ്പേഴ്സ് ലക്കി നമ്പറാണ് 786 ആണ്. എന്താ നമ്പർ 786 ഒരു പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ പറയും. അല്ല പറയാ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയും. അല്ല, വണ്ടിയുടെ കേസ് വരുമ്പോ ഈ പറഞ്ഞ പോലെ കുറെ ഫാൻസി നമ്പർ അങ്ങനത്തെ കാഴ്ചപ്പാട് എടുക്കുന്നവരും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് പക്ഷേ ഈ നമ്പേഴ്സ് ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള നമ്പറാണ്. നമുക്ക് നമ്പർ 369 ഒരു ഫാൻസി നമ്പറാണ്. അതൊക്കെ ഫാൻസി നമ്പർ. ചൈനയിൽ എന്തോ 4 പറഞ്ഞ നമ്പർ ഭയങ്കര ഒരു ബാഡ് വൈബ് അടിക്കുന്ന സാധനമാണ്. 4 മാത്രം. കാരണം അവരുടെ പ്രൊണൗൺസിയേഷൻ വെച്ചിട്ട് എന്താ 4ഉം മറ്റേ ഡെഡ് ഡെത്ത് എന്ന് പറഞ്ഞ സെയിം പ്രൊണൗൺസിയേഷൻ ആണ്. സി അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതാണോ? ഭയങ്കര സിമിലർ ആയതുകൊണ്ട് ഭയങ്കര മോശം. ഈ ഫ്രൈഡേയും ഭയങ്കര മോശം ദിവസമാണോ അങ്ങനെ എന്തോ ഉണ്ടോ? ട്യൂസ്ഡേ അല്ലേ മോശം ദിവസം എന്ന് പറയാ? ഫ്രൈഡേ ആണോ? ദിവസങ്ങൾക്കൂടോ? ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച മോശം. വെറുതെ പറഞ്ഞു. അല്ല, അങ്ങനെ ദിവസങ്ങൾക്ക് പിന്നെ സമയത്തിനും ഉണ്ടല്ലോ നല്ല സമയം. രാഹു കേതു സമയം എനിക്കറിയില്ല. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞപ്പോ സംസാരിച്ചിട്ട് 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്: വിശ്വാസം, അന്ധവിശ്വാസം. അതെവിടെ രണ്ടിന്റെ നമ്മള് ബോർഡർ എന്നുള്ളതൊന്നും ഞാൻ സ്പെസിഫൈ ചെയ്യില്ല, എനിക്കറിയില്ല. പക്ഷെ വിശ്വാസത്തിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മളെ വിശ്വാസം കൊണ്ട് വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല, വേറെ ആളെ ഹാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഇപ്പോ അത് മാറി അന്ധവിശ്വാസത്തിൽ വേറെ ആളെ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂടുതലും ഫലിക്കോ ഇല്ലേ എന്നുള്ളതിന്റെ അപ്പുറം വേറെ ആൾക്ക് ചെയ്ത് അവരെ മെന്റലി ഡൗൺ ആക്കുന്ന നല്ലൊരു കാര്യമായിട്ടില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതിനെ തന്നെ നീ പറഞ്ഞ പോലെ തന്നെ അന്ധവിശ്വാസം വിശ്വാസം എന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്വയമായിട്ട് ഭയങ്കര ഡൗൺ ആയി പോയി സ്ട്രഗിൾ ചെയ്തിട്ട് ഓരോ പൂജ ചെയ്തതൊക്കെ ചെയ്തിട്ടില്ലേ, കുറെ പൈസയും മുടക്കി, എന്നാ വലിയ മെച്ചം ഉണ്ടായില്ല, നമ്മളും തെരുവിലായി. അങ്ങനത്തെ വിശ്വാസങ്ങളിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഈ പറഞ്ഞത് അവനാ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഒക്കെ ചെയ്യുന്നതിനെ തിരിച്ചു കിട്ടുന്നവരില്ല, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതായത് എന്ത് ചെയ്യുന്നു അതൊക്കെ തന്നെ തിരിച്ചു കിട്ടും, എന്നിട്ട് എല്ലാം കിട്ടിയിട്ട് തന്നെ പോകുള്ളൂ അറിയില്ലേ. അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ എനിക്കുള്ളൂ. എന്റെ ഒപ്പീനിയൻ. വിശ്വാസമുള്ളവരും വിശ്വാസികളല്ലാത്ത വ്യക്തികളും ഉണ്ടായിരിക്കും. അപ്പൊ
ഈ ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോയിട്ട് വെറുതെ ടൈം കളയല്ലാതെ ഇതിൽ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ വിശ്വാസം, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ. കാരണം അവർക്കത് വർക്ക് ചെയ്യും. അതെ. കാരണം അവർ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യാണ് ഇത് എനിക്ക് വർക്ക് ചെയ്യും, ഇത്രകളും വർക്ക് ചെയ്തിട്ടുണ്ട്, അവരെ മാറ്റാനൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. നമ്മൾ സ്വന്തം പോകേണ്ട ആവശ്യമില്ല. അല്ലെ സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ സ്വന്തമായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇന്ന് വേറൊരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ല. ഉം. അൾട്ടിമേറ്റ്ലി വീക്കായ വ്യക്തികൾക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ കാത്തോളും എന്നുള്ള ലെവലാണ് വിശ്വസിക്കണം. ആ സാധനം പോകുന്നത്. ഏതായാലും യൂട്യൂബ് ചാനലിൽ വിഘ്നങ്ങൾ മാറാൻ ഒരു മുട്ടറക്കേണ്ടി വരും.